കേരള കുറ്റാന്വേഷണ ലബോറട്ടറിയിലെ ഒരു ക്ലാസിക് പരീക്ഷണാധ്യായമാണ് മലപ്പുറം സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. നെല്ലും പതിരും അറിയാത്ത 16 വയസ്സിൽ 2 ജീവനെടുത്തു തുടങ്ങിയ ബാല്യം. വാർദ്ധക്യത്തിലേക്ക് ചൂടുവെച്ചപ്പോൾ ചെയ്ത ചെയ്തികളിൽ പതിയെ പശ്ചാത്താപം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പോലീസിന് മുന്നിലെത്തി കാര്യം തുറന്നു പറഞ്ഞു. 2 പേരെ കൊന്നു സാറേ, അത് 38 വർഷത്തിന് മുമ്പ്. കൊന്നയാളെ അറിഞ്ഞിട്ടും കൊല്ലപ്പെട്ട ആളുകളെ അറിയാതെയുള്ള പരക്കപ്പാച്ചിൽ. ഇങ്ങനൊരു വയ്യാവലി ഈ അടുത്ത കാലത്തൊന്നും പോലീസ് കണ്ടിട്ടില്ല. ഒടുക്കും ആ വെളിപ്പെടുത്തലിൽ നിർണായക കണ്ടെത്തൽ വരുന്നു. ആ ചെറിയ വയസ്സിൽ 14 വയസ്സിൽ കൂടരനിൽ വെച്ച് മുഹമ്മദ് അലി കൊലപ്പെടുത്തിയത് ഇരിട്ടി സ്വദേശി മോഹനനെയാണ്. വർഷം എത്ര കഴിഞ്ഞാലും വള്ളിപുള്ളി തെറ്റാതെ എല്ലാം ഡീറ്റെയിൽ ആയി ഫയൽ ചെയ്ത് നമ്മുടെ മെഷീനറിയും ഒപ്പം രേഖാചിത്രവും ചേർന്നപ്പോഴാണ് കൊല്ലപ്പെട്ടയാളിലേക്ക് വഴി തെളിഞ്ഞത്. അതെ, മുഹമ്മദ് അലി പറഞ്ഞത് വെറും കഥയല്ല, നേരായിരുന്നു, അതിൽ കഴമ്പുണ്ടായിരുന്നു. 2005 ജൂൺ മാസത്തിലാണ് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി താൻ 2 പേരെ കൊലപ്പെടുത്തിയെന്നുള്ള കുറ്റസമ്മതം നടത്തുന്നത്. 1986 കൂടരഞ്ഞിൽ വെച്ചും 1989 വെള്ളയിൽ വെച്ചും 2 കൊലപാതകം നടത്തിയെന്നുള്ളതായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. ശേഷം ഈ കേസ് വേങ്ങര പോലീസ് തിരുവമ്പാടി പോലീസിനെ കൈമാറി. തിരുവമ്പാടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണിപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. മരിച്ചത് കണ്ണൂർ ഇരിട്ടി വെളിമാനം സ്വദേശിയായിട്ടുള്ള മോഹനനാണ്. തന്നോട് ലൈംഗികമായി പെരുമാറിയ ആളെ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ് മുഹമ്മദിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അന്ന് ഈ ജഡം കിട്ടിയിരുന്നുവെങ്കിലും ആരതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞില്ല. ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അത് മോഹനന്റേതാണെന്നും ഇപ്പോൾ ആ ആളെ കൊലപ്പെടുത്തിയത് മുഹമ്മദ് അലിയാണ് എന്നുള്ള വിവരം കൂടെ പുറത്തു വരുന്നത്. എന്തായാലും അന്ന് 1980 മലബാറിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് 22 വയസ്സുള്ളപ്പോൾ മോഹനൻ ജോലി ആവശ്യങ്ങൾക്കായി കോഴിക്കോട് എത്തിയിരുന്നു എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുന്നത്. ശേഷം മുഹമ്മദ് അലി പറഞ്ഞ ലൊക്കേഷനും ഈ മോഹനന്റേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയ ആ ലൊക്കേഷനും ഒന്നായിരുന്നു. ശേഷമാണ് മോഹനന്റെ കുടുംബത്തെ അന്വേഷിച്ച് ഈ പോലീസ് കണ്ണൂരിലേക്ക് എത്തുന്നത്. അങ്ങനെ ശാസ്ത്രീയമായ തെളിവിന്റെ ഉൾപ്പെടെ അടിസ്ഥാനത്തിലാണ് കേസ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനി രണ്ടാമത് നടത്തിയ കൊലപാതകം ആരേതാണെന്നുള്ളതാണ് ഇനി പോലീസിന്റെ മുന്നിലുള്ള നിർണായക ചോദ്യം. അത് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.